ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എക്സാം സ്റ്റഡി ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേരള PSCയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അതായത് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കുള്ള ഒരു പുതിയ വേക്കൻസി അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് കാറ്റഗറി നമ്പർ 613/2025 ആണ്. ലീഗൽ മെട്രോളജിയിലാണ് വേക്കൻസി. ഡിപ്പാർട്ട്മെൻറ്റ് ഏതിലാണ്? ലീഗൽ മെട്രോളജിയിലാണ്. പോസ്റ്റ് നെയിം ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 43,400 to 91,200 ആണ്. വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി ഇതിന് വേണ്ട ഏജ് ലിമിറ്റ് വന്നിട്ട് 80 to 36 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കേരള PSCയുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കിയേ. ഗ്രാജുവേറ്റ് ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ് കൺഫേർഡ് recognized by any of the universities in Kerala എന്ന് പറഞ്ഞിട്ടുണ്ട്. Another one എന്താണ് നോക്കിയേ. BTech awarded by recognized by any of the universities in Kerala. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഇക്വലൻസി എടുക്കുമ്പോൾ, അതായത് ഇതിനകത്ത് താഴെ ഒരു ലിങ്ക് ഉണ്ട്, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇക്വലൻറ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടൊരു ലിങ്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ അതിനകത്ത് ഇക്വലൻസിയിൽ വന്നിട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc ഫിസിക്സ് ആൻഡ് മാത്സ് വരുന്നുണ്ട്. BSc ഫിസിക്സ് പ്ലസ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വരും. പിന്നെ MSc ഫിസിക്സുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാം. BSc MSc ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ് ആയിട്ട് എടുത്തിട്ടുള്ള കോഴ്സ് എടുക്കുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ BTechൽ വരുന്നത് നമുക്ക് ആകെ കൂടി, അതായത് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനാണ് അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വേക്കൻസി ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അപ്ലൈ ചെയ്യുക, എത്രയും വേഗം അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. ലീഗൽ മെട്രോളജിയിലെ ഗസറ്റഡ് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 4/2/2026 വെക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ആണ് മെയിനായിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.